ഹായ്, ഞാൻ സുനിൽ കുമാർ പട്ടുവക്കാരൻ. ഇന്നത്തെ ടോപ്പിക്ക് GST ജേണൽ എൻട്രി. ഇത് പാർട്ട് 12 ആണ്. പാർട്ട് 11 വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ കണ്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനി അങ്ങോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പാർട്ടുകളാണ് വരാനുള്ളത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ തുടർച്ചയായി ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നോക്കുക, ഇന്നത്തെ ടോപ്പിക് എന്താണ്? GST ജേണൽ എൻട്രി. നിങ്ങൾക്കറിയാം, ശരിക്കുള്ള അക്കൗണ്ട്സിൽ നോർമലി GST ജേണൽ എൻട്രി അല്ലാതെ തന്നെ നോർമലി ഉള്ള ജേണൽ എൻട്രി എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. അതിൽ നിന്ന് ചെറിയൊരു മാറ്റമേ GST ജേണലിന് വേണ്ടി വരുന്നുള്ളൂ. അതിനു മുമ്പേ 2-3 ടേമുകൾ ഒന്ന് നമുക്ക് കാണേണ്ടതുണ്ട്. എന്താണെന്ന് നോക്കുക. ടേം ഇൻപുട്ട്, ഔട്ട്പുട്ട്. ഇതൊക്കെ മുൻപേയുള്ള പാഠഭാഗങ്ങളിൽ ഞാൻ പറഞ്ഞതാണ്. ഇൻപുട്ട് എന്താണ്, ഔട്ട്പുട്ട് എന്താണ് എന്നെങ്കിലും ഒന്നും കൂടി ഒന്ന് ഗോ ത്രൂ ആക്കാം ഇതിലൂടെ. പിന്നെയുള്ള ഒരു ടേം മനസ്സിലാക്കേണ്ടത് ഇന്റർ സ്റ്റേറ്റ്, ഇൻട്രാസ്റ്റേറ്റ്. ഇന്റർ സ്റ്റേറ്റ്, ഇൻട്രാസ്റ്റേറ്റ്. അപ്പോൾ എന്താണ് ടേം ഇൻപുട്ട്, ഔട്ട്പുട്ട്? ഒരു നിങ്ങളുടെ പർച്ചേസ് ബില്ലിന് മുകളിൽ നിങ്ങൾ കൊടുത്ത ടാക്സിനെയാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ പർച്ചേസ് ബില്ലിന് മുകളിൽ കൊടുത്ത ടാക്സിനെയാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അതേസമയം ഔട്ട്പുട്ട് എന്താ? നിങ്ങളുടെ സെയിൽ ബില്ലിന് മുകളിൽ നിങ്ങൾ കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്ത ടാക്സിനെയാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? മുമ്പേ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എന്താണ് ഇൻപുട്ട്, ഔട്ട്പുട്ട് എന്നത്? പർച്ചേസ് ബില്ലിന് മുകളിലുള്ളത് ഇൻപുട്ടാണ്, സെയിൽ ബില്ലിന് മുകളിലുള്ളത് ഔട്ട്പുട്ടാണ്. ഇനി എന്താണ് ഇൻട്രാസ്റ്റേറ്റ്, ഇന്റർസ്റ്റേറ്റ്? ഇൻട്രാസ്റ്റേറ്റ് എന്ന് പറയുന്നത് വിത്തിൻ ദ സ്റ്റേറ്റ്. ഇന്റർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ സ്റ്റേറ്റ്സ്, അതായത് ഔട്ട് ഓഫ് ദി സ്റ്റേറ്റ്. ഇൻട്രാസ്റ്റേറ്റ് സംസ്ഥാനത്തിനുള്ളിൽ നടക്കുന്നതിനെയാണ് ഇൻട്രാസ്റ്റേറ്റ് എന്ന് പറയുന്നത്. സംസ്ഥാനത്തിന് ഉള്ളിൽ നടക്കുന്ന ട്രാൻസാക്ഷനെയാണ് ഇൻട്രാസ്റ്റേറ്റ് എന്ന് പറയുന്നത്. സംസ്ഥാനത്തിന് പുറത്ത് നടക്കുന്നതിന് ഔട്ട് ഓഫ് ദി സ്റ്റേറ്റ്. സംസ്ഥാനത്തിന് പുറത്ത്, ഇപ്പൊ കേരളത്തിലാണ് നമ്മളെ ഇതെങ്കിൽ കേരളത്തിന് ഉള്ളിൽ നടക്കുന്ന ട്രാൻസാക്ഷനെ ഇൻട്രാസ്റ്റേറ്റ് എന്നും, കേരളത്തിന് പുറത്തേക്ക് നടക്കുന്ന സെയിലിനെ, സപ്ലൈ, ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുന്നു. കേരളത്തിന് ഉള്ളിൽ നടക്കുന്നതിനെ ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ എന്നും, കേരളത്തിന് പുറത്ത് നടക്കുന്നതിനെ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ എന്നും പറയും. അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഈ ഇൻട്രാസ്റ്റേറ്റിലാണ് ഏതൊക്കെ വരിക? CGSTയും SGSTയും. ടാക്സ് കളക്ട് ചെയ്യുന്നത് 2 പേരിലായിരിക്കും. ഇപ്പൊ സെയിൽ ബില്ലാണെങ്കിൽ ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ അതിൽ ടാക്സ് കളക്ട് ചെയ്യുന്നത് CGST, SGST എന്ന് പറഞ്ഞ് 2 അക്കൗണ്ടുകളിലായിരിക്കും, 2 പേരിലായിരിക്കും. അപ്പോൾ ഇന്റർ സ്റ്റേറ്റ് ആണെങ്കിൽ കേരളത്തിന് പുറത്താണല്ലോ, അപ്പോൾ ടാക്സ് കളക്ട് ചെയ്യുന്നത് IGST എന്ന പേരിലായിരിക്കും. ക്ലിയർ? കേരളത്തിനുള്ളിലാണെങ്കിൽ CGST, SGST, കേരളത്തിന് പുറത്താണെങ്കിൽ IGST. അപ്പോൾ നമ്മൾ ജേണൽ എൻട്രിക്ക് വേണ്ടി ഏതൊക്കെ ലെഡ്ജറുകൾ കീപ്പ് ചെയ്യണം എന്ന് നോക്കുക. ജേണൽ എൻട്രി ചെയ്ത ഏതൊക്കെ ലെഡ്ജറാണ് കീപ്പ് ചെയ്യേണ്ടത് നോക്കുക. ലെഡ്ജേഴ്സ് ടു ബി മെയ്ഡ്. ഇൻപുട്ട് CGST അക്കൗണ്ട്. നമ്മുടെ ഇൻട്രാസ്റ്റേറ്റ് ആണെങ്കിൽ ഏതൊക്കെ വരും? CGST, SGST. അപ്പോൾ പർച്ചേസിന് മുകളിലാണെങ്കിൽ ഇൻപുട്ട് CGST വരും, ഇൻപുട്ട് SGST വരും, ഇൻപുട്ട് IGST വരും. അതുപോലെ തന്നെ സെയിൽ ബില്ലിന് മുകളിലാണെങ്കിൽ ഔട്ട്പുട്ട് CGST, ഔട്ട്പുട്ട് SGST, ഔട്ട്പുട്ട് IGST. പറഞ്ഞല്ലോ, 3 ഇതാണുള്ളത്. കേരളത്തിന് സംസ്ഥാനത്തിനുള്ളിലാണെങ്കിൽ എന്താണ്? CGST, SGST. സംസ്ഥാനത്തിന് പുറത്താണെങ്കിൽ IGST. അപ്പോൾ ഏതിനൊക്കെ ഉണ്ടാവും? ഇൻപുട്ടിനും, അതായത് പർച്ചേസും ഇത് 3 ഉണ്ടാവാം, സെയിൽസും ഇത് 3 ഉണ്ടാവാം. പർച്ചേസിനും ഉണ്ടാവാം, സെയിൽസിനും ഉണ്ടാവാം. പർച്ചേസിന് ഉണ്ടാവുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും? ഇൻപുട്ട് CGST ഉണ്ടാവും, ഇൻപുട്ട് SGST ഉണ്ടാവും. ഇത് രണ്ടും ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈക്ക്. ഇൻപുട്ട് IGST ഏതിനാ? ഇന്റർ സ്റ്റേറ്റ് സപ്ലൈക്ക്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് കേരളത്തിന് പുറത്തോട്ടാണ് വിൽക്കുന്നതെങ്കിൽ, ഉള്ളിലാണ് വിൽക്കുന്നതെങ്കിൽ, കേരളത്തിനുള്ളിലാണെങ്കിൽ ഔട്ട്പുട്ട് CGST, ഔട്ട്പുട്ട് SGST. കേരളത്തിന് പുറത്താണെങ്കിൽ ഔട്ട്പുട്ട് IGST. കേരളത്തിനുള്ളിൽ ഔട്ട്പുട്ട് CGST, ഔട്ട്പുട്ട് SGST. കേരളത്തിന് പുറത്ത് ഔട്ട്പുട്ട് IGST. അങ്ങനെ 3 ലെഡ്ജേഴ്സ് 6 ലെഡ്ജേഴ്സ് ഉണ്ടാവും, നമ്മൾ കീപ്പ് ചെയ്യണം. ഇത് GST പോർട്ടലിൽ തന്നെ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ എന്ന പേരിൽ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റും. ആ പ്രിന്റ് ഔട്ടിൽ
ഈ 3 അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതായത് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ എന്ന് പറയുന്ന പ്രിന്റ് ഔട്ട് ആണ് നമ്മൾ സൈറ്റിൽ നിന്ന് എടുക്കുന്നതെങ്കിൽ നമ്മുടെ ഓരോ മാസത്തെയും 12 മാസത്തെയും ട്രാൻസാക്ഷൻ കഴിഞ്ഞതിന്റെ ഡീറ്റെയിൽസ് ഈ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ ഉണ്ടാവും. ഇൻപുട്ടിന്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. അതിൻ്റെ അകത്ത് ഏതെല്ലാം ഉണ്ടാവും? ഇൻപുട്ട് CGSTന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, ഇൻപുട്ട് SGSTന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, ഇൻപുട്ട് IGSTന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഏത് സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് എടുത്താൽ സൈറ്റിൽ നിന്ന് GST പോർട്ടലിൽ നിന്ന് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ എന്ന സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് എടുത്താൽ, അതുപോലെ തന്നെ ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ എന്ന സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിന്റ് ഔട്ട് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടാവും? ഔട്ട്പുട്ട് CGSTന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, ഔട്ട്പുട്ട് SGSTന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, ഔട്ട്പുട്ട് IGSTന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. മന്ത്ലി ഡീറ്റെയിൽസ് നമ്മൾ സെറ്റ് ഓഫ് ചെയ്തിട്ട് അതായത് ഓരോ മാസത്തെ ലയബിലിറ്റി എന്താണ്, ഓരോ മാസത്തെ ഇൻപുട്ട്, ഓരോ മാസത്തെ ഔട്ട്പുട്ട് എത്രയാണ്, ഓരോ മാസത്തെ ഇൻപുട്ട് എത്രയാണ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്രയാണ് പേ ചെയ്തത്, എല്ലാ ഡീറ്റെയിൽസും. ആ പേ ചെയ്ത ഡീറ്റെയിൽസ് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്റ്റേറ്റ്മെന്റ്. ഇങ്ങനെ 3 സ്റ്റേറ്റ്മെന്റ് നമുക്ക് GST പോർട്ടലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ്? ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ എന്താ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവുക? ഇൻപുട്ടിനെ കുറിച്ചുള്ള മന്ത്ലി ഡീറ്റെയിൽസ് ഉണ്ടാവും. വേറെന്താ സ്റ്റേറ്റ്മെന്റ്? ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജറിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. അതെടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഔട്ട്പുട്ടിന്റെ 3 അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. പ്ലസ് വേറെ എക്സ്ട്രാ എടുക്കേണ്ടത് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ എന്ന് പറഞ്ഞിട്ട് ഇതും നമുക്ക് GST പോർട്ടലിൽ നിന്ന് പ്രിന്റ് എടുക്കാൻ പറ്റും. നമ്മൾ ഓരോ മാസവും ക്യാഷ് അടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ ഉണ്ടാവുക. ഇങ്ങനെ ഈ സ്റ്റേറ്റ്മെന്റുകളൊക്കെ 3 സ്റ്റേറ്റ്മെന്റ് നമുക്ക് പോർട്ടലിൽ നിന്ന് പ്രിന്റ് ഔട്ട് എടുത്താൽ ഈ 7 അക്കൗണ്ടിന്റെ 7 ലെഡ്ജറിന്റെയും ഡീറ്റെയിൽസ് നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് ട്രേസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കൊരു ഉദാഹരണ സഹിതം ഇതെങ്ങനെയാണെന്ന് നോക്കുക. മെസ്സേഴ്സ് അജയ് ട്രേഡേഴ്സ് ഈസ് എ GST രജിസ്റ്റേർഡ് ഫേം ഇൻ കേരള. മെസ്സേഴ്സ് അജയ് ട്രേഡേഴ്സ് ഈസ് എ GST രജിസ്റ്റേർഡ് ഫേം ഇൻ കേരള. They purchased goods for rupees 3 lakh. 3 ലക്ഷത്തിന്റെ ഗുഡ്സ് വാങ്ങിച്ചു. എങ്ങനെയുള്ളത്? ഇൻട്രാസ്റ്റേറ്റ് പർച്ചേസ് ആണ്. അതായത് കേരളത്തിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. rupees 2 lakh ഫ്രം ഔട്ട്സൈഡ് കേരള. എന്താണ്? ഇന്റർസ്റ്റേറ്റ് പർച്ചേസ് എത്രയുണ്ട്? 2 ലക്ഷം. ഇൻട്രാസ്റ്റേറ്റ് കേരളത്തിനുള്ളിലുള്ള പർച്ചേസ് 3 ലക്ഷം, കേരളത്തിന് പുറത്തുനിന്നുള്ള പർച്ചേസ് 2 ലക്ഷം. They sold all goods in Kerala for rupees 6 lakh. They sold all goods in Kerala for rupees 6 lakh. ഈ മുഴുവൻ ഗുഡ്സും 6 ലക്ഷം രൂപയ്ക്ക് എവിടെ തന്നെ വിറ്റു? കേരളത്തിനുള്ളിൽ തന്നെ വിറ്റു. They purchased furniture for their office for rupees 40,000. അവർ ഓഫീസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? 40,000 ഫർണിച്ചർ വാങ്ങിച്ചിട്ടുണ്ട്. ഫ്രം അനിത ഫർണിച്ചർ ഓൺ ക്രെഡിറ്റ്. എവിടുന്നാ വാങ്ങിച്ചത്? അനിത ഫർണിച്ചർ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നാണ്. എങ്ങനെ വാങ്ങിച്ചത്? ക്രെഡിറ്റിനാണ് വാങ്ങിച്ചത്. പൈസ കൊടുക്കാതെയാണ് വാങ്ങിച്ചിരിക്കുന്നത്, കടത്തിലാണ് വാങ്ങിച്ചിരിക്കുന്നത്. They paid rupees 10,000 to CA as professional charges. പിന്നെ എന്ത് കൂടി ചെയ്തിട്ടുണ്ട്? 10,000 രൂപ അവരുടെ CAക്ക് പ്രൊഫഷണൽ ചാർജസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു ജേണൽ എൻട്രി എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രാൻസാക്ഷന്റെ സമ്മറിയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഒരു സ്ഥാപനത്തിൽ, അജയ് ട്രേഡേഴ്സ് എന്ന ഒരു സ്ഥാപനത്തിൽ നടന്നിരിക്കുന്ന കുറച്ച് ട്രാൻസാക്ഷൻസ് ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ജേർണലൈസ് ചെയ്യാൻ നോക്കുക. ഇവിടെ എഴുതിയിട്ടുണ്ട് assume CGST 9%, SGST 9%. നമ്മൾ കരുതുക ഇതിൻ്റെ അകത്ത് നടക്കുന്ന ഈ ട്രാൻസാക്ഷൻ നടക്കുന്ന എല്ലാ ഗുഡ്സുകളുടെയും ടാക്സ് റേറ്റുകൾ 9, അതായത് 18%, CGST 9%, SGST 9%. അങ്ങനെയാണ് ഇതിനകത്ത് എല്ലാ ഗുഡ്സുകളുടെയും റേറ്റ് എന്ന് നമ്മുടെ ഒരു കണക്കിന് എസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് എൻട്രി പാസ് ചെയ്യുക എന്ന് നോക്കുക. നിങ്ങൾക്ക് നോർമലി അക്കൗണ്ട്സിലുള്ള എൻട്രി അറിയാം. ഇപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണ് എൻട്രി, സെയിൽ ചെയ്യുമ്പോൾ എന്താണ് എൻട്രി എന്നൊക്കെ അറിയാം. അതിൽ നിന്ന് ചെറിയ സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു വേരിയേഷൻ മാത്രമേ ഏതിനുള്ളൂ? GST ജേണൽ എൻട്രി എഴുതുന്ന സമയത്തുള്ളൂ. നിങ്ങളുടെ നോർമലി നിങ്ങൾ ബേസിക് അക്കൗണ്ട്സ് പഠിക്കുന്ന സമയത്ത് ഉള്ള ആ പർച്ചേസിൻ്റെയും സെയിലിൻ്റെയും എൻട്രിയിൽ ചെറിയൊരു വേരിയേഷൻ മാത്രമേ ഏതിനുള്ളൂ? GST ജേണൽ എൻട്രിയിലുള്ളൂ. കേൾക്കുമ്പോൾ നമുക്ക് വിചാരിക്കും വലിയ എന്തോ സംഭവമാണെന്ന് തോന്നും. എന്നാൽ അത്ര വലിയ സംഭവം എന്നല്ല, വളരെ സിമ്പിൾ ആണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ നോർമലി എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്? പർച്ചേസിന്റെ എൻട്രി ആണെങ്കിൽ പർച്ചേസിനെ എപ്പോഴും ഡെബിറ്റ് ചെയ്യണം, പർച്ചേസിനെ എപ്പോഴും ഡെബിറ്റ് ചെയ്യണം എന്ന് പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ പർച്ചേസിന്റെ ജേണൽ എൻട്രി എന്താണ്? പർച്ചേസ് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് ഓർ സെൻട്രി ക്രെഡിറ്റർ. പർച്ചേസ് ഡെറ്റർ ടു ക്യാഷ്, ബാങ്ക്, സെൻട്രി ക്രെഡിറ്റർ. അങ്ങനെയാണെങ്കിൽ സെയിലിൻ്റെതോ ക്യാഷ്, ബാങ്ക്, സെൻട്രി ഡെറ്റർ ടു സെയിൽസ്. അപ്പോൾ സെയിൽസിന് എപ്പോഴും ക്രെഡിറ്റ് ചെയ്യും, പർച്ചേസിന് എപ്പോഴും ഡെബിറ്റ് ചെയ്യണം. സെയിലിന് എപ്പോഴും ക്രെഡിറ്റ് ചെയ്യണം. ഇനി ഇതിൻ്റെ അകത്ത് ചെറിയൊരു വേരിയേഷൻ വരും. എവിടെയാണെങ്കിൽ GST ആണെങ്കിൽ പർച്ചേസിൻ്റെ ഒപ്പം തന്നെ ഏതിനെയും കൂടി ഡെബിറ്റ് ചെയ്യണം? ഇൻപുട്ട് CGSTനെയും ഇൻപുട്ട് SGSTനെയും ഡെബിറ്റ് ചെയ്യണം. അതോർത്താൽ മതി. പർച്ചേസിന് ഡെബിറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇൻപുട്ട് CGSTനും
ഇൻപുട്ട് SGSTനും എപ്പോഴും ഡെബിറ്റ് ചെയ്യണം. അപ്പോഴും അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഏത്? സെയിൽസിലാണെങ്കിൽ എന്ത് ചെയ്യണം? സെയിൽസിന് എപ്പോഴും ക്രെഡിറ്റ് ചെയ്യണം. അതിന്റെ കൂടെ തന്നെ വേറെ എന്തിനും കൂടി ക്രെഡിറ്റ് ചെയ്യണം. സെയിൽ ബിൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്തുള്ള ഔട്ട്പുട്ട് CGSTയും ഔട്ട്പുട്ട് SGSTയും എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസിനെ ഡെബിറ്റ് ചെയ്യുമ്പം അതിന്റെ ഒപ്പരത്തിലുള്ള ടാക്സ് പോർഷനെയും കൂടി ഡെബിറ്റ് ചെയ്യണം. സെയിൽ ബില്ലാണെങ്കിൽ സെയിലിനെ ക്രെഡിറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിന്റെ ഒപ്പരമുള്ള ടാക്സ് പോർഷനെ ക്രെഡിറ്റ് ചെയ്യണം. അത് ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ? അപ്പോൾ അതുപോലെ തന്നെ പർച്ചേസിന്റെ അതുപോലെ തന്നെയാണ് ഏതും എക്സ്പെൻസിന്റെ എൻട്രി വരുന്ന സമയത്തും പർച്ചേസിനെ എടുത്തു മാറ്റിയിട്ട് അവിടെ ഒരു എക്സ്പെൻസിനെ നമ്മൾ ഫിക്സ് ചെയ്യുന്നതാണെങ്കിൽ ആ എക്സ്പെൻസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. അതിന്റെ ഒപ്പരമുള്ള ടാക്സ് പോർഷനെയും ഡെബിറ്റ് ചെയ്യണം. അത്രയേ ഉള്ളൂ. ഇവിടെ നോക്കുക, നമ്മളൊരു എക്സാമ്പിളിന്റെ ഇവിടെ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ എങ്ങനെയാണ് ജേർണലൈസ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കുക. ഒന്നാമത്തെ എന്താണ്? ദേ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ₹3 lakh ഇൻട്രാസ്റ്റേറ്റ്. 3 ലക്ഷത്തിന് കേരളത്തിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ എൻട്രി? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻപുട്ട് CGST അക്കൗണ്ട് ഡെറ്റർ ടു ഇൻപുട്ട് SGST അക്കൗണ്ട് ഡെറ്റർ ടു ക്രെഡിറ്റേഴ്സ് ഓർ ബാങ്ക്. അതായത് 3 ലക്ഷം ഇവിടെ കാണിച്ചു. അതിന്റെ ടാക്സ് പോർഷൻ എത്രയാണ്? 9% വെച്ചിട്ട് ഇവിടെ കാണിച്ചു 27,000 ടു ക്രെഡിറ്റേഴ്സ്. എത്രയാണ് നമ്മൾ അവർക്ക് കൊടുക്കാനുള്ളത്? 3,54,000. 3,54,000 ഇതിന്റെ ടോട്ടലാണ് ഇപ്പുറത്തേക്ക് കാണിക്കുക. ക്ലിയർ അല്ലേ? പർച്ചേസിനെ ഡെബിറ്റ് ചെയ്തു. അതിനപ്പുറം തന്നെ ഇൻപുട്ട് CGSTനെ ഇൻപുട്ട് SGSTനെ ഡെബിറ്റ് ചെയ്തു. ഇനി അടുത്തത് എന്താ? 2 lakh ഫ്രം ഔട്ട്സൈഡ് കേരള. പിന്നത്തെ പർച്ചേസ് എങ്ങനെയാ? പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. IGST പർച്ചേസ്. ഓക്കെ, പർച്ചേസിനെ ഡെബിറ്റ് ചെയ്തു. ഇവിടെ ഇൻപുട്ട് CGST ഇൻപുട്ട് SGST എന്ന് കാണിച്ചതിന് പകരം ഇവിടെ എന്തായി? ഇൻപുട്ട് IGST എന്ന് കാണിച്ചു. ടു ക്രെഡിറ്റേഴ്സ് ബൈ ബാങ്ക്. അതായത് 2 lakhനെ പർച്ചേസിനെ ഡെബിറ്റ് ചെയ്തു. ഇൻപുട്ട് IGSTനെ 36,000 ഡെബിറ്റ് ചെയ്തു. ടു ക്രെഡിറ്റേഴ്സ് ബാർ ബാങ്ക് 2,36,000 ടോട്ടൽ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ആ 2 ട്രാൻസാക്ഷനും ഓക്കെ ആയി. എന്തേ ചെയ്തിട്ടുള്ളൂ? നോർമലി ഉള്ള പർച്ചേസ് എൻട്രി തന്നെ ആ പർച്ചേസിനൊപ്പം തന്നെ ഏതിനെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്? കേരളത്തിൽ ഉള്ളിലുള്ളതാണെങ്കിൽ ഇൻപുട്ട് CGST ഇൻപുട്ട് SGSTനെ പർച്ചേസിന്റെ ഒപ്പം തന്നെ ഡെബിറ്റ് ചെയ്തു. അതേസമയം പർച്ചേസ് IGST എപ്പോഴാണ്? കേരളത്തിന് പുറത്തുനിന്ന് 2 ലക്ഷത്തിന് പർച്ചേസ് ഉണ്ട്. അതുകൊണ്ട് ഇൻപുട്ട് IGSTനെ ആ ടാക്സിനെ കൂടി പർച്ചേസിനൊപ്പം തന്നെ ഡെബിറ്റ് ചെയ്തു. ഇനി മൂന്നാമത്തെ എന്താണ്? ദേ സോൾഡ് ഓൾ ഗുഡ്സ് ഇൻ കേരള ഫോർ ₹6 lakh. അങ്ങനെ വാങ്ങിച്ച 3 ലക്ഷത്തിന് കേരളത്തിൽ നിന്ന് തന്നെ വാങ്ങിച്ചതും 2 ലക്ഷത്തിന് കേരളത്തിന് പുറത്തുനിന്ന് വാങ്ങിച്ച എല്ലാ ഗുഡ്സും എന്ത് ചെയ്തിട്ടുണ്ട്? കേരളത്തിൽ തന്നെ 6 ലക്ഷത്തിന് വിറ്റിട്ടുണ്ട്. എന്താണ് സെയിൽസിന്റെ എൻട്രി? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഡെറ്റേഴ്സ് ബാങ്കിനെ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. അതിനുശേഷം സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്തു. സെയിൽസിനൊപ്പം തന്നെ എന്ത് ചെയ്തു? ഔട്ട്പുട്ട് CGST ഔട്ട്പുട്ട് SGST. കാരണം ഇതെന്താ? കേരളത്തിൽ ഉള്ളിൽ തന്നെയാണ് സെയിൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ്? CGST SGST തന്നെയാണ് ഇവിടെ ഉണ്ടാവുക. അതുകൊണ്ട് സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്തതിന്റെ ഒപ്പം തന്നെ ഔട്ട്പുട്ട് CGST ഔട്ട്പുട്ട് SGST. 6 lakh ആണ് സെയിൽസിന്റെ എമൗണ്ട്. ഔട്ട്പുട്ട് CGST 54,000 ആണ്. ഔട്ട്പുട്ട് SGST 54,000 ആണ്. ടോട്ടൽ എമൗണ്ട് ഡെറ്റേഴ്സ് ബാർ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇനി എന്താണ് ട്രാൻസാക്ഷൻ? ദേ പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ദർ ഓഫീസ് ഫോർ ₹40,000 ഫ്രം അനിത ഫർണിച്ചർ ഓൺ ക്രെഡിറ്റ്. അനിത ഫർണിച്ചർ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് 40,000 രൂപയുടെ ഫർണിച്ചർ കടത്തിൽ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കുക, ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞ നേരത്തെ പർച്ചേസ് ആണ് ഉണ്ടായത്. പർച്ചേസിന് റീപ്ലേസ് ചെയ്തു. അതിന് പകരം എന്ത് ചെയ്തു? എക്സ്പെൻസ് ആണ് ഫർണിച്ചറിന്. അതായത് ഇതാണ് ക്യാപിറ്റൽ പർച്ചേസിന്റെ മുകളിലും അസറ്റ് പർച്ചേസിന്റെ മുകളിലും നിങ്ങൾക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്തു 40,000. ഇൻപുട്ട് CGST 3,600. ഇൻപുട്ട് SGST 3,600 ടു അനിത ഫർണിച്ചർ. അവർക്ക് എത്ര കൊടുക്കാനുള്ളത്? 47,200. അപ്പൊ എന്ത് ചെയ്തു? ഇവിടെ അസറ്റിന്റെ കൂടെ തന്നെ എന്തിനേയും കൂടി ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്? ഇൻപുട്ട് CGSTനെ ഇൻപുട്ട് SGSTനെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തത് എന്താണ്? ദേ പെയ്ഡ് ₹10,000 ടു CA ആസ് പ്രൊഫഷണൽ ചാർജസ്. അവരുടെ CAക്ക് 10,000 rupees എന്ത് കൊടുത്തിട്ടുണ്ട്? പ്രൊഫഷണൽ ചാർജ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതും എന്താണ്? എക്സ്പെൻസ് ആണ്. നേരത്തെ പറഞ്ഞ ഫർണിച്ചർ എന്താ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഇത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. പ്രൊഫഷണൽ ചാർജസ് എന്താണ്? പ്രൊഫഷണൽ ചാർജസിനെ ഡെബിറ്റ് ചെയ്തു 10,000. അതിനപ്പുറം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്? ഇൻപുട്ട് CGST ഇൻപുട്ട് SGSTനെ ഡെബിറ്റ് ചെയ്തു 900 ടു ബാങ്ക് അക്കൗണ്ട് 11,800. ക്ലിയർ ആണല്ലോ?
അതായത് എക്സ്പെൻസോ അല്ലെങ്കിൽ പർച്ചേസോ വരുമ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യുന്ന കൂടെ തന്നെ നമുക്ക് കിട്ടിയ ബില്ലിലെ ടാക്സ് പോർഷനും കൂടി ഡെബിറ്റ് ചെയ്യണം. അതേസമയം നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്തുള്ള ബില്ലിന് മുകളിൽ കസ്റ്റമർ എടുക്കുന്ന കളക്ട് ചെയ്ത ടാക്സിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അത്രയേ ഉള്ളൂ. സെയിലിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യണം? അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ എന്ത് ചെയ്യാം? ഇനി അടുത്ത സ്റ്റേജ് ആണെങ്കിൽ ഞാൻ പറയുന്നു പാർട്ട് 11 നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള സമ്മറി, അതായത് ഒരു മാസത്തെ ഇൻപുട്ടിന്റെ സമ്മറിയും ഔട്ട്പുട്ടിന്റെ സമ്മറിയും എടുത്തിട്ട് എങ്ങനെയാണ് സെറ്റ് ഓഫ് ചെയ്യേണ്ടതെന്ന് വളരെ വിശദമായിട്ട് എവിടെ പഠിച്ചിട്ടുണ്ട്? പാർട്ട് 11 പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മന്ത്ലിയുള്ള എൻട്രി ആണ് നിങ്ങൾ എന്ത് ചെയ്ത് നോക്കുക. ഇതാണെങ്കിൽ സമ്മറി ഇൻപുട്ട് എത്രയുണ്ട്? ടോട്ടൽ എടുക്കുക 36,000 IGST ഉള്ളത് എവിടെയാണ്? 36,000 IGST ഇൻപുട്ട് ഉണ്ട്. ഇൻപുട്ട് CGST 31,500 ഈച്ച്, 31,500 ഈച്ച് രണ്ടും എവിടെയാ? 27,000. പിന്നെ വരുന്നത് ഏതാ? ഈ ഫർണിച്ചറിൻ്റെതും പിന്നെ ഈ പ്രൊഫഷണൽ ചാർജിന്റെ കൂട്ടിയാൽ 31,500 കിട്ടും. ഇനി ഔട്ട്പുട്ട് എങ്ങനെയാണ്? ഔട്ട്പുട്ട് IGST ഇല്ല, അതായത് പുറത്തേക്ക് നമ്മൾ സെയിലൊന്നും ചെയ്തിട്ടില്ല, എല്ലാം കേരളത്തിനുള്ളിൽ തന്നെയായിരുന്നു. പിന്നെന്താ ഉള്ള? ഔട്ട്പുട്ട് CGST ഉണ്ട് 54,000, ഒറ്റ സെയിലേ ഉള്ളൂ. അതിനകത്ത് ഈ ഔട്ട്പുട്ട് CGST അടക്കാനുള്ളതാണ്, ബാധ്യതയാണ്. ഔട്ട്പുട്ട് SGST 54,000 അതുമുണ്ട്. ഔട്ട്പുട്ട് CGSTയും ഔട്ട്പുട്ട് SGSTയും 54,000 വെച്ചിട്ട് അടക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് സെറ്റ് ഓഫ് ചെയ്യുന്ന രീതിയൊക്കെ ഞാൻ പറഞ്ഞു 11 വളരെ ക്ലിയർ ആയിട്ട് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാം. ഇതിൻ്റെ അകത്ത് ഇതാണ് ഒരു മാസത്തെ മുഴുവൻ ട്രാൻസാക്ഷൻ എന്ന് കരുതുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഔട്ട്പുട്ട്, അതായത് IGST ലയബിലിറ്റി ഒന്നുമില്ല, 0 ആണ്. ഔട്ട്പുട്ട് CGST SGST ആണ് അടക്കാനുള്ളത്. എത്ര വെച്ചിട്ട്? 54,000 വെച്ചിട്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏത് ഫസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണം? 36,000. ഇൻപുട്ട് IGST ഉണ്ട് 36,000, അതിനെ 18,000 വെച്ചിട്ട് വേണം. അതാണ് റൈറ്റ് ഓപ്റ്റിമം നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്റ്റിമം സെറ്റ് ഓഫ് എന്ന് പറയുന്നത് അതാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 18,000 വെച്ചിട്ട് ആദ്യം ഈ ഔട്ട്പുട്ട് ഒന്ന് കിഴിക്കാം. അതിനുശേഷം എന്ത് ചെയ്യാം? ഇൻപുട്ട് CGST ഔട്ട്പുട്ട് CGSTയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. ഇൻപുട്ട് SGST ഔട്ട്പുട്ട് SGSTയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. ബാക്കിയുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ബാങ്കിൽ നിന്ന് പൈസ ഏതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അവിടുന്ന് എന്ത് ചെയ്യണം? ഇത് സെറ്റ് ഓഫ് ചെയ്യണം. അതായത് ആദ്യം IGSTയിൽ സെറ്റ് ഓഫ് ചെയ്യുക. എന്തെങ്കിലുണ്ടെങ്കിൽ IGST ഫിനിഷ് ചെയ്തതിന് ശേഷം മാത്രമേ CGSTയോ SGSTയോ നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റൂ. ഇവിടെ എന്ത് ചെയ്യുക? IGST ഔട്ട്പുട്ട് ഇല്ല, അതുകൊണ്ട് തന്നെ ഇവിടെ മുഴുവൻ ബാലൻസ് ആണ്. ഇവിടെ സെറ്റ് ഓഫ് ചെയ്യാനില്ല. IGST to IGST സെറ്റ് ഓഫ് ചെയ്യാനില്ല. അപ്പൊ മുഴുവൻ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് CGSTയിലും SGSTയിലും ഏത് പ്രപ്പോർഷനിലും വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെയാണ് ഇത് പകുതിയാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് സെറ്റ് ഓഫ് ചെയ്തത്. അതിനുശേഷമുള്ളത് അതാത് CGSTയിലേക്കും SGSTയിലേക്കും സെറ്റ് ഓഫ് ചെയ്യണം. ബാക്കി അടക്കാനുണ്ടെങ്കിൽ ക്യാഷ് ത്രൂ നിങ്ങൾ എന്ത് ചെയ്യണം? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അവിടെ നിന്ന് അടക്കണം. ഇല്ലെങ്കിൽ അടക്കാനില്ല, എക്സസ് ആണെങ്കിൽ എക്സസ് ബാലൻസ് അവിടെ തന്നെ ഉണ്ടാവും. ഇതാത് ഇതിൻ്റെ അകത്തൊക്കെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ ഇതിൻ്റെ അകത്ത് ഈ രണ്ടിന്റെ പേരിലും എന്തുണ്ടാവും? എക്സസ് ബാലൻസ് അവിടെ കിടക്കും. എക്സസ് നിങ്ങൾക്ക് കാണാം. ഇത്രയും ക്ലിയറായി മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ജേണൽ എൻട്രിയുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ആൾക്കാർ ഇതിപ്പോഴും തുടങ്ങിയിട്ട് ഇപ്പം 3 കൊല്ലം ആവാനായല്ലോ. ഓൾമോസ്റ്റ് ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇത്. തീർച്ചും എന്താ പറയുക, പുതിയ രംഗത്തേക്ക് വന്നവരുണ്ട്, ജൂനിയർ ആയിട്ടുള്ള അക്കൗണ്ടന്റ്മാരുണ്ട്. അതല്ലാതെ തന്നെ ഇത് പഠിക്കാൻ ഇപ്പം കോഴ്സായിട്ട് പഠിക്കാൻ പോകുന്നവരുണ്ട്. അതുകൂടാതെ തന്നെ എനിക്ക് അറിയുന്ന ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളുണ്ട്. അവരും ഈ പറഞ്ഞ പോലെ വളരെ ഈഗറായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം GST അവരും അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹം കാണിച്ചു. ഇപ്പൊ സബ്സ്ക്രൈബേഴ്സിൽ തന്നെ ഒരുപാട് പ്രവാസികളുണ്ട്. അപ്പൊ അവർക്കും ഇത് ചിലപ്പോൾ പുതിയൊരു കൺസെപ്റ്റ് ആയിരിക്കാം. കാരണം 1, 2, 3 കൊല്ലം അതിലും കൂടുതൽ കൊല്ലം നാട് വിട്ട് നിന്നവരാണ്. അപ്പോൾ ഇവിടുത്തെ ടാക്സിന്റെ ടച്ച് അവർക്ക് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം GST എന്ന് പറയുന്നത് ഒരു പുതിയ കൺസെപ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ബേസിക് തൊട്ടിട്ട് ഞാൻ പറഞ്ഞു പോയിട്ടുള്ളതും. ഇതിലൂടെ നിങ്ങൾക്ക് കടന്നു പോകുമ്പോൾ ക്ലിയർ ആയിട്ട് ഈ പോർഷനും കൂടി മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. തീർച്ചയായും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ്.